കുട്ടി ഇവിടെ ഇരിക്കും, ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് രാവിലെ എടുത്തോണ്ടൊന്ന് ജീപ്പാ. നന്നായിരിക്കും. താനിത് എവിടെ പോയി കിടക്കായിരുന്നോ ഇതുവരെ? അത് പിന്നെ മന്ത്രിക്ക് അത്യാവശ്യമായിട്ട്. മന്ത്രി പോലീസ് ജീപ്പിലാണോ സെക്രട്ടറിയേറ്റ് പോകുന്നത്? പ്ലീസ് എന്നെ നാറ്റിക്കരുത്. ആ പെണ്ണ് ജീപ്പിൽ ഇരിപ്പുണ്ട്. ഏത് പെണ്ണ്? മന്ത്രിയുടെ പെങ്ങള് മുന്താ. ഒന്നും കൂടെ ഇറങ്ങണം മാഡം. ഇറങ്ങാനാ പറഞ്ഞത്. മന്ത്രിയുടെ പേ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഏട്ടൻ മന്ത്രിയാണെന്ന് കരുതി അനിയത്തി ഭരിക്കണ്ട. തനിക്ക് നാണമില്ല ഇവിടെ ഈ വക. എന്താണ് നോക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കയറുന്നൊന്നും അല്ല ഇയാളുടെ ജീപ്പില്. എന്നും കോളേജിൽ കൊണ്ട് വിട്ടുതരാം, ഒരു പ്രൊമോഷൻ ഒപ്പിച്ച് തന്നാ മതി ഈ സാറ് പറഞ്ഞിട്ടാ. പ്രൊമോഷൻ കൊടുക്കാൻ ഇയാളാരാ? DGP-യോ? എന്റെ മാനം പോയി. ഉണ്ടായിട്ട് വേണ്ടേ പോവാൻ? രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത്. ക്ഷമിക്കൂട്ടോ. എനിക്കതപ്പോഴേ മനസ്സിലായി. പക്ഷെ സാറ് നോക്കിക്കോ, ഒരു ദിവസം ഈ സാറ് കാണെ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകും. ബെറ്റ് വെച്ചോ. ഇത് ജോലിയാവും. ബെല്ലടിക്കുന്നത് കേട്ടില്ലേ? സംസാരിക്കേ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഹലോ, ആരാ? ഓ, അതിപ്പോ അങ്ങനെ. ആ അല്ല, അതിപ്പോ പറയാൻ. ആ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ കൃഷ്ണേട്ടനായിരിക്കും അല്ലേ വിളിച്ചത്? കെ കൃഷ്ണൻ? ഏയ് അല്ല. ഓ, നിങ്ങൾ ശത്രുക്കളാണല്ലോ അല്ലേ? ആ, ശത്രുക്കൾ തന്നെയാ. ഞങ്ങളിൽപ്പെട്ട കുറെ എണ്ണത്തിന്റെ കഴുത്തല്ലേ അവന്മാര് കണ്ടിച്ചത്? അവന്മാരോ എന്ന് പറഞ്ഞാ DK-യോ അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ? അല്ല, അത് പിന്നെ ജാതി നോക്കിയ അങ്ങേരുടെ ജാതിപ്പെട്ടവരല്ലേ ഞങ്ങളുടെ ജാതിപ്പെട്ടവരെ. ഓ, എന്ന്. ഉഗ്രം വീടാണല്ലോ സായിപ്പേ. ആ, പടച്ചോൻ തന്നതാ. പുള്ളിക്കാരൻ ആള് കൊള്ളാം അല്ലേ? ആര്? പടച്ചോനെ. പക്ഷെ ഞമ്മക്കൊന്നും തന്നില്ല. മക്കളെത്രയുണ്ട്? ആ, പടച്ചോൻ അത് മാത്രം തന്നില്ല. അയ്യോ, കഷ്ടായി പോയി. എന്തോന്ന് കഷ്ടം? ഇത്രയും കൊടുത്ത പടച്ചോൻ അതും കൊടുക്കില്ലേ? പ്രായം കിടക്കല്ലേ. എത്ര കെട്ടുകൾ വരണ്ട്? 2 എണ്ണേ ഉള്ളൂ. എന്നിട്ട് 2 പറ്റില്ലേ? ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വാർത്തണ്ട, നമുക്ക് ആ GK കൃഷ്ണൻ തട്ടി അകത്തിട്ടാലോ? പേടിക്കേണ്ട, തമാശ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ നാട് കുട്ടിച്ചോറാവൂലേ? നിങ്ങൾ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരുടെ പുറകെ. ആമിർ അലി അല്ലേ? കിട്ടിയിട്ടില്ല. കിട്ടും. എന്ത് വേണം? ഗുഡ് മോർണിംഗ്. കയറി വരൂ. ശരി സാർ. ഞാൻ സബ് ഇൻസ്പെക്ടർ മാർത്താണ്ഡൻ. ഇത് പുതിയ CI അമർനാഥ്. കൃഷ്ണൻ, GK കൃഷ്ണൻ അല്ലേ? അതെ. ഞങ്ങൾ വന്നത് ജസ്റ്റ് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ. എന്താണാവോ? പൂമനം കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പിടിച്ചവരിൽ നിങ്ങളുടെ കുറെ ആളുകളില്ലേ? ഉണ്ട്. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ആ പാവങ്ങൾ അവിടെ കിടന്ന് ജാമ്പ് കൊള്ളുക. അവരെ ഒന്ന് ജാമ്യത്തിലിറക്കാൻ വേണ്ടിയെങ്കിലും ശ്രമിച്ചൂടെ? താൻ എന്താ ആളെ കളിയാക്കാണോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? പിന്നെ എന്ത് സത്യം? ആരുടെയും ജാമ്യമല്ലാതെ താൻ അവരെ തുറന്നുവിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ, അറിഞ്ഞു അല്ലേ? അപ്പൊ കൊച്ചാക്കിയത് എന്നെ അല്ലേ? വരട്ടെ. സാറ് വന്ന കാര്യം പറഞ്ഞിട്ട് പോ. ഈ കൊട്ടാരക്കെട്ടിന്റെ അടിക്കലിളക്കാൻ പാകത്തിന് ശാപം പേറിക്കൊണ്ട് ഏതെങ്കിലും നിരപരാധിയുടെ ആത്മാവ് ഇവിടെ പാറിപ്പറക്കുന്നുണ്ടോ എന്നറിയാൻ. വരട്ടെ. പേടിക്കൊന്നും വേണ്ട, മറ്റേതിന്റെ ആളാ. ഇല്ലറാ സാറേ, GK കൃഷ്ണൻ ഒരു വെടിയൊന്നുമല്ല. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നുള്ളി കളഞ്ഞേക്ക്. മതി.
എവിടെയായിരുന്നു ഇത്രയും ദിവസം? കൊല്ലൂന്ന് പേടിച്ച മാറിയുന്നത്. ഇപ്പോ പുതിയ സാറ് വന്ന് പിടിച്ചവരെല്ലാം വിട്ടു എന്നറിഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ വന്നത്. പിന്നെ ഇവനോടൊന്ന് മാപ്പ് പറയാൻ. പക്ഷെ നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. അവൾ അവിടെ ഒറ്റയ്ക്ക് എങ്ങനെയാ കഴിയാ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത്. എന്നെ കണ്ട നീ എന്നെ കൊല്ലുമെന്ന് ഞാൻ കരുതിയ. എന്തായാലും വേണ്ടില്ല, നിന്നെ കാണുമെന്ന് എനിക്ക് തോന്നി. നമ്മൾ തമ്മിലായിരുന്നല്ലോ തുടക്കം. ഞാനും ഇത്രയൊന്നും കരുതിയില്ല. എല്ലാം ഉണ്ടാക്കി തീർത്തതാ. നിനക്കറിയോ, ഞാനും ഇന്നാ ഈ നാട്ടിൽ കാലുകുത്തിയത്. വൈദ്യനെ, നീ വല്ലത് കഴിച്ചാ? 4 ദിവസമായിരുന്നു ഞാൻ വല്ലതും കഴിച്ചിട്ട്. ഐഷ, കൃഷ്ണൻകുട്ടിക്ക് കഞ്ഞി വിളമ്പ്. ശരി. മനസമാധാനത്തോടെ ജീവിക്കാൻ ഇനി ഇവിടെ പറ്റൂല സാറേ. വെട്ടിയത് ഇവനെയാണെങ്കിലും കൊണ്ടത് എനിക്കാണ് നോക്കാം. അവരെത്ര പേരുണ്ടായിരുന്നു? 2-3 പേരുണ്ടായിരുന്നു. ആരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പറ്റില്ല. നാളെ കടപ്പുറത്ത് ഇവന്റെ ശവം അടിയണം. അതേ അവന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീണ്ടും തുടങ്ങാമല്ലോ. ഞാൻ ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്തു സാർ. ഞാൻ ആള് പിടിക്കുകയാണല്ലോ. പത്രക്കാരറിഞ്ഞാൽ ഫ്രണ്ട് പേജ് വാർത്തയ്ക്ക് സ്കോപ്പ് ഉണ്ടല്ലോ ഈ രക്തദാനം. പക്ഷേ എനിക്കെന്തോ പേടിയാ ഇപ്പൊ തോന്നുന്നത്. എന്താ? നേരത്തെ ഒരാളിവിടെ വന്നിരുന്നു. ജി കെ കൃഷ്ണൻ. അയാൾക്ക് ഞാൻ ഈ രക്തം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കും. അയാളുടെ ഒരു നോട്ടവും ഭാവവും. സത്യം പറഞ്ഞ സാറ് വന്നപ്പോഴാ എനിക്ക് സമാധാനമായത്. വരട്ടെ.
മുസ്ലിമിന്റെ രക്തം അങ്ങനെ ഹിന്ദുവിന്റെ ശരീരത്തിൽ കൂടെ ഓടണം. വാടാ ഇവിടെ, നിന്നെ തന്നെ വാ. വണ്ടിയിലോട്ട് കയറി. സാറല്ലേ ഇക്കൊക്കെ പോയല്ലോ. ഓ, കോളേജിലേക്കാണോ? കയറി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് ഇറക്കി വിടുവോ? ഇല്ല, കയറിക്കും. ഇന്നലെ തനിക്ക് വല്ലതും പറ്റിയോടോ? ഇന്നലെ താൻ രക്തം കൊടുക്കുമ്പോ ആശുപത്രി ഒന്ന് 2-3 പേര് ബഹളം ഉണ്ടാക്കിയില്ലേ? അവരെ കണ്ട ഒന്നാം സാക്ഷി ഏതാ? ചിലപ്പോ കോടതി വന്നൊന്ന് സാക്ഷി പറയേണ്ടി വരും. പറയണോ? എന്ത് സാക്ഷി? എന്താ പറയാൻ പറ്റില്ലേ? ഞാനൊരു പെണ്ണല്ലേ? അതിനെന്താ? കൂടെ പോരുവോ? എന്തിനു? സാക്ഷി പറയാൻ കൂട്ടിന് പോരുവോന്ന്. എന്താ കല്യാണം കഴിക്കാത്തെ?
സി ബുക്ക് ചെക്ക് ചെയ്യായിരുന്നു. ഈ കുട്ടിന് കോളേജ് കൊണ്ടോട്. അല്ല സാർ, ഈ മന്ത്രിയുടെ പെങ്ങൾക്ക് കോളേജിൽ പോകാനുള്ള അല്ല പോലീസ് ജീപ്പ്, അവളെ കോളേജിൽ കൊണ്ട് വിടാനുള്ളവനല്ല പോലീസുകാരനും ഇടിയേറ്റെന്ന് സാർ പറഞ്ഞത്. അതെ, ഇടിയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇറങ്ങിക്കോളൂ, കൊണ്ടുകൊണ്ട് വിടറോ. ഞാൻ ബെറ്റിൽ ജയിച്ചു. ഞാനൊരു പഴയ പഴഞ്ചൊല്ലി ഓർത്തു പോയതാ. അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും ആകാം, മരുമകൾക്ക് പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര സത്യമാണെന്ന്. എന്ത് ചെയ്യും? വണ്ടി എടുക്കണോ? ആരാ വണ്ടി ചാരിയിരിക്കുന്നത്? മാറിയടാ.